വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആഫ്റ്റർ വെരി ലോങ് ടൈം ഞാനൊരു വ്ളോഗൊക്കെ എടുക്കാൻ അതും യൂട്യൂബിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമത്തിൽ നിൽക്കുകയാണ്. സോ ഇത് എന്തായി തീരും എങ്ങനെ തീരും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ ആസ് യു ക്യാൻ സീ ഐ ആം അറ്റ് ലൂട്ടൺ എയർപോർട്ട് ആൻഡ് ഇവിടെ ഐ ആം ഒബ്വിയസ്ലി ടു ക്യാച്ച് എ ഫ്ലൈറ്റ് ആൻഡ് എ ഫ്ലൈറ്റ് ഇസ് വെരി സ്പെഷ്യൽ ടു മീ ആഫ്റ്റർ ഓൾ ദിസ് ടൈം. കയറിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും special flight എന്നാണ് പറയാം. And why is it special? And that's because it's going to be my very first official solo international trip. Yes. And excited ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഐ ആം ഹാപ്പി, ഐ ആം വെരി ഹാപ്പി. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ സ്വന്തം അധ്വാനത്തിലൂടെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച സംഭവങ്ങൾ, എന്തൊക്കെയോ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ ഇപ്പം നടന്ന് കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു മോനെ എന്താണെന്ന് തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് വെച്ചിട്ടാട്ടോ. ഞാനിപ്പോൾ എല്ലാവരും പോലെ തന്നെ ഉള്ളത് യു കെയിലാണ്. എല്ലാവരും പോലെ യു കെയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനും വന്നതാണ്. ഇപ്പം എൻ്റെ കോഴ്സും കൂടെ കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കുറച്ച് മാസങ്ങളും കൂടെ ഉണ്ട് എനിക്കിവിടെ നിൽക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഐ ക്യാൻ വർക്ക് ആസ് എ ഫുൾ ടൈം ആൻഡ് ഓൾസോ ഞാൻ വിചാരിച്ചു ഐ വിൽ സേവ് സം സോ ദാറ്റ് ഐ ക്യാൻ എന്തായാലും ഇവിടം വരെയൊക്കെ വന്നല്ലേ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോകാൻ വന്നത് ജസ്റ്റ് ആംസ്റ്റർഡാം. സോ അവിടേക്കാണ് ഞാനിപ്പോൾ ഫ്ലൈറ്റും കാത്ത് നിൽക്കുന്നത്. ഞാൻ ഔട്ടർ ലണ്ടൻ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഒരു ഓവർനൈറ്റ് സ്റ്റേയിൻ്റെ ആവശ്യമായിട്ട് വന്നു. എയർപോർട്ട് ആയത് കാരണം സേഫാണ്, ഇവിടെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ഞാൻ ഔട്ടർ ലണ്ടനെ പറ്റി പറയുമ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം നോർത്ത് ആണ്. ഇപ്പം നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ കോച്ചസ് അവൈലബിൾ ആണ് ഓരോ എയർപോർട്ടുകളിലേക്ക്. ഇപ്പം ഇങ്ങോട്ടേക്ക് വരാനും ഞാൻ ഓൾറെഡി ഒരു കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോച്ച് വരേണ്ട ടൈമിന് മുമ്പേ ഒരു 10-15 മിനിറ്റ്സ് മുമ്പേ ഞാൻ അവിടെ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്ര നമ്മുടെ ബസ് വരേണ്ട ടൈം കഴിഞ്ഞിട്ടും ബസ്സിനെ കാണാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും, അതായത് അവിടെ നിന്നിരുന്ന എല്ലാവരും കൂടെ ഇങ്ങനെ എന്താണ് വരാത്തതെന്നൊക്കെ ഉള്ള രീതിയായി. എന്നാൽ എല്ലാവരും പല ആൾക്കാർ. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇങ്ങനെ ഈ കോച്ചിൻ്റെ ലൈവ് ട്രാക്കിങ് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബസ് ഓൾറെഡി പോയിട്ടേ. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ബസ് പോയിട്ടില്ല, പക്ഷെ മാപ്പിനകത്ത് ചെക്ക് ചെയ്യുമ്പം ബസ് ഓൾറെഡി പോയി ഹാഫ് ആയി. അപ്പം തന്നെ ഞാൻ വളരെ ഒരു ആങ്ഷ്യസ് പേഴ്സണാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ ആ ഒരു ആങ്ഷ്യസ്നെസ്സും ആ സമയത്ത് കിക്കിനായില്ല. അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാർ പറയുമല്ലോ, അതായത് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാവും, ഓരോരോ അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കും അങ്ങനെയൊക്കെ. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബദ്ധമൊക്കെ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഇതിന് ഏത് ലെവലിലെത്തുമെന്ന്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് കോച്ചിൻ്റെ ടിക്കറ്റ് മെയിലിലേക്ക് വരുമ്പോൾ തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എവിടെ സ്റ്റോപ്പെന്ന്. ബട്ട് യൂഷ്വലി ഇവർ നിർത്താറുള്ള സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മൾ പോയി ഞാനൊക്കെ നിന്നിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് സ്പെസിഫിക്കലി മെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്തായിരിക്കും എന്നുള്ളത്. അതാരും വായിച്ചില്ല, ഞാൻ പോലും വായിച്ചില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബസ് ഓൾറെഡി മിസ്സായി. ഇപ്പോൾ ഈ നമ്മൾ എന്നെ പോലെ തന്നെ മണ്ടന്മാരായി കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഞാൻ ടാക്സി ബുക്ക് ചെയ്യാം, നമുക്ക് ഷെയർ ഇടുകയാണെങ്കിൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പറയാതെ വേറെ വഴിയില്ലല്ലോ, കാരണം ട്രെയിനിന് അവിടെ നിന്ന് പോരുന്നതും ചടങ്ങാണ്. അപ്പോൾ പിന്നുള്ളൊരു ഓപ്ഷൻ ഒബ്വിയസ്ലി ടാക്സിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ കത്തിയാണ്. അതിലും വേറെ ഒരാൾ ഷെയർ ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പം ഞാനും ആ പുള്ളി പിന്നെ എൻ്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ടാക്സിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്. ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഞാൻ ഈ ഒരു ഇൻട്രോ ഒന്ന് അവസാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാം. ഇനി ചെക്കിൻ ചെറിയൊരു ഭയമുണ്ട്, കാരണം ഇവിടുത്തെ ഫ്ലൈറ്റിന് ഇന്ന ട്രോളി സൈസ് ബാഗ് സൈസേ പാടുള്ളൂ എന്നൊക്കെ കുറേ ചടങ്ങുണ്ട്. അപ്പോൾ ഇനി അതെന്താവുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്താണ് ഞാൻ നിന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കോച്ച് പണി തന്നത് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയി എന്ന് മാത്രം. അങ്ങനെ ഇനി എന്തൊക്കെ വരാനിരിക്കുന്നുണ്ടാവും എന്നേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. സോ ഐ എം സോ വെൽ പ്രിപ്പയർഡ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇങ്ങനെ പറയണതെങ്കിൽ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഈ ഒരു വ്ളോഗൊന്നും ഇല്ലാണ്ട് നടക്കില്ല. അപ്പോൾ പോകെ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അബദ്ധങ്ങളും
എൻ്റെ രസകരമായ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കൈ കിട്ടി എനിക്കൊന്ന് സമാധാനമാകുമ്പം നോക്കട്ടെ എൻ്റെ എമോഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നൊക്കെ അപ്പോഴിനി എടുക്കുന്നുള്ളൂ. അതുവരേക്കും ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ഇരുന്ന് ഉറങ്ങ് ഒക്കെ ചെയ്യായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ കുറച്ച് മണിക്കൂർ മുമ്പ് ഞാൻ ഫോണിൽ തന്നെ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു. ബോർഡിംഗ് പാസ് സെക്യൂർ ചെയ്തു. ആ ഒരു പ്രോസസ്സ് അതുകൊണ്ട് എക്സ്ട്രാ ഒരു പ്രോസസ്സ് കുറഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതാ നേരെ ഗേറ്റിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ചെറുതായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതില്ല. ഗായ്സ്, ഫൈനലി ഞാൻ ആംസ്റ്റർഡാമിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ആക്സസ് കിട്ടും. കാരണം എനിക്ക് പോകേണ്ടത് ഇനി ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ് ഫ്രം ദി എയർപോർട്ട്. സോ അവിടുന്ന് വേണം എനിക്ക് എൻ്റെ താമസ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ എത്തി. എൻ്റെ നെറ്റ്വർക്കിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് സോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ശ്രമം ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പം ഈ റെയിൽവേൻ്റെ സംഭവം ഒന്ന് തിരക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും സംഭവം ഒന്ന് സെറ്റാക്കട്ടെ. സോ ഞാനങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ടിക്കറ്റ് കളക്ട് ചെയ്തു. നേരെ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക്. ഇവിടെ എല്ലായിടും ഇങ്ങനെ ഒരു ടാപ്പിംഗ് സിസ്റ്റമാണ്. ഈവൻ UK-ലും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെയും അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നമ്മളത് ടാപ്പ് ചെയ്തു. നേരെ ഇനി സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാനുള്ള പോക്കാണ്. സ്റ്റോപ്പാണോ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്റ്റോപ്പാണ് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബോർഡും ഒന്നും കാണുന്നുമില്ല. ആംസ്റ്റർഡാം സെൻട്രൽ നിന്ന് കണ്ടു കയറി. തെറ്റാണ്ട് ഇറങ്ങട്ടെ എന്ന് നമുക്ക് നോക്കാം. ഒറ്റയ്ക്കായതുകൊണ്ടും പുതിയൊരു സ്ഥലമായതുകൊണ്ടും ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്കുണ്ടായി. എന്തായാലും വന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ധൈര്യത്തിൽ ആ ട്രെയിനിൽ കയറിയെങ്കിലും സംഭവം ഡയറക്റ്റ്ലി ആംസ്റ്റർഡാം സെൻട്രലിൽ ചെന്നെത്തുന്ന ട്രെയിൻ തന്നെയായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ നിന്നും വെറും 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ സ്ഥലത്തെത്തുകയും ചെയ്തു. അങ്ങനെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ഫെറി കയറി വേണം ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് എത്താൻ. സൈൻ ബോർഡ് കണ്ട ആശ്വാസത്തിൽ എന്താണെന്നറിയില്ല വെച്ചടിച്ചങ്ങ് നടന്നു. സോ നമുക്കിപ്പോൾ കയറി പോകേണ്ടത് ഞാൻ നിൽക്കാൻ പോകുന്നൊരു ഹോസ്റ്റലിലാണ്. അപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് എനിക്ക് പോകേണ്ടത് ഇതേപോലെ ഫെറി പിടിച്ച്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫെറി നമുക്കൊരു ഫ്രീ റൈഡാണ് എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നേ. അപ്പോൾ എനിക്കിനി ലൈക്ക് എവറി 5-10 മിനിറ്റ്സ് കൂടുമ്പം ഐ ബിലീവ് ഫെറി അവൈലബിൾ ആണെന്നുള്ളത്. So yeah, I'm finally here.
ഫെറി ഇറങ്ങി ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ നടക്കാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക്. ആൻഡ് ഞാൻ വന്നിറങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, നിങ്ങളും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, മിക്കവരും മെജോറിറ്റി ആൾക്കാരും അവരുടെ ബൈക്സിലാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ആ കാഴ്ചകൾ കൂടുതലും നിങ്ങൾ പോകെ പോകെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിങ്ക് നോഡ് എന്നാണ് ഈ ഹോസ്റ്റൽ. ആൻഡ് അടിപൊളി ഹോസ്റ്റലായിരുന്നു, പറയാതെ വയ്യ, ഹൈലി റെക്കമെൻഡഡ്. ചെക്ക് ഇൻ ചെയ്തിട്ടില്ല എൻ്റെ റൂമിൽ, കാരണം ചെക്കിങ് ടൈം ഇസ് ആഫ്റ്റർ 4 ആണ്. ഞാൻ മോർണിംഗിൽ ഇവിടെ ലാൻഡ് ആക്കിയത് കാരണം എനിക്ക് കുറച്ച് ഡേ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ ഐ ഓൾറെഡി ന്യൂ ചെക്ക് ഇൻ പോസിബിൾ അല്ല എന്ന്. ബട്ട് ദെൻ ദേ ഹാഡ് എ ഫെസിലിറ്റി, കാരണം എൻ്റെ ഒരു ബാഗ് അഡീഷണൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. സോ ഐ ഹാഡ് ടു ഫൈൻഡ് എ ലോക്കർ ദേ ആൻഡ് എൻ്റെ ബാഗ് സെക്യൂർ ആയിട്ട് അവിടെ വെക്കുകയും ചെയ്തു. സോ നൗ വി ഹാവ് എ ഹോൾ ഡേ വിത്ത് മീ. ഞാൻ ഓൾറെഡി ഒരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ടു ദി ടുലിപ്പ് ഗാർഡൻ, കൊക്കനോഫ്. അത് ആക്ച്വലി അതിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഐ ഹാഡ് ടു പുട്ട് ഇറ്റ് ഇൻ ബിക്കോസ് അറ്റ് ദി എൻഡ് ഇവിടം വരെ വന്നിട്ട് ഇഫ് യു ഡോണ്ട് സീ ദാറ്റ് ദെൻ യു ആർ മിസ്സിങ് ഇറ്റ്. സോ ഇപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടി, അതായത് നമ്മുടെ ഒരു കോച്ച് വരും, കോച്ച് നമ്മളവിടേക്ക് ഇറക്കും. ആൻഡ് ദെൻ ഐ ഹാവ് ലൈക്ക് മൈ ഹോൾ ടൈം ടു സ്പെൻഡ് ദെയർ. ആൻഡ് എവറി ഹാഫ് ആൻ അവർ അനുസരിച്ചിട്ട് നമുക്ക് ബസ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉണ്ട്, ലൈക്ക് ഷട്ടിൽ പോലെ. സോ നൗ ദ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ടിങ് ഫ്രം 11. സോ ഐ സ്റ്റിൽ ഹാവ് ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റ്. അപ്പോൾ ഈ ഒരു 11 ബസ്സിന് കയറി നമ്മൾ നേരെ അവിടെ കൊണ്ടവരെ ഇറക്കും. ദെൻ പിന്നെ അവിടുത്തെ കാഴ്ച. സോ സീ യു ദേർ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആക്ച്വലി ഈ പറയുന്ന കോക്കനോഫ് ഗാർഡൻ്റെ എൻറ്റയർ മാപ്പായിരുന്നു കേട്ടോ. ആൻഡ് ഈ പറയാൻ പോകുന്ന ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്താണ് നമ്മളെ ബസ് കൊണ്ടിറക്കുന്നത്. അതാണ് മെയിൻ എൻട്രൻസ്. ആൻഡ് ബാക്കി സ്ഥലങ്ങളൊക്കെ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ആൾക്കാരും ആദ്യത്തെ സ്ലോട്ടായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടുന്ന് ആംസ്റ്റർഡാം സെൻറ്ററിൽ നിന്ന് കിക്ക് ഓഫ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ കയറുന്നതാണ് ഈ കാണുന്നത്. കൊക്കനോഫിലെത്തി, ബസ് ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം മെയിൻ എൻട്രൻസിലേക്ക് ഞാൻ നടക്കുകയാണ്. ഇന്ന് മാത്രമല്ല, വെതർ നോക്കുമ്പോൾ ഇന്നും നാളെയും ഇവിടെ മഴയാണ്. സ്പ്രിങ് എന്നൊക്കെ വന്നതാ. എനിവേസ് എന്തായാലും പറ്റുന്നതൊക്കെ കാണുന്നുണ്ട്. ഞാനിനി അകത്തൊക്കെ കയറിയിട്ട് കാണിക്കട്ടെ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നറിയപ്പെടുന്നതാണ് ഇത്രേ കോക്കനോഫ്. വന്നിറങ്ങിയപ്പോൾ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഞെട്ടിയെങ്കിലും കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ സത്യം പറഞ്ഞാൽ മനസ്സിനും കണ്ണിനും ഒരേപോലെ കുളിർമ തരുന്നതായിരുന്നു. നിങ്ങളെന്നൊന്ന് കണ്ടു നോക്കി, ഇതിനകത്ത് ഇല്ലാത്ത പൂക്കളില്ല. ഓരോ പൂവും ഒന്നൊന്നിന് വ്യത്യാസമായിട്ടുള്ളതും തന്നെ. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. ആസ് യു ക്യാൻ സീ, കാലാവസ്ഥ പ്രവചനം തെറ്റിയില്ല. അപാര മഴ. മഴ എന്ന് പറഞ്ഞാൽ അസല് മഴ. അങ്ങനെയുള്ള മഴ മൊത്തം കൊണ്ടിട്ടാണെങ്കിലും ഞാൻ നടന്നു.
ദി ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന കോക്കനോഫിൽ 7 മില്യൺ ഫ്ലവർ ബൾബ്സ് ആൻഡ് 800 വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അത്ര. എനിക്കതിൽ കൊള്ളുണ്ടോ എന്നാ സംശയം. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൊക്കനോഫിൽ നിന്ന് അത്യാവശ്യം കുറേ നടന്നു. എൻ്റെ ഫോണിൽ 10,000 സ്റ്റെപ്സ് ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അമ്മാതിരി നടന്നുണ്ട്. പക്ഷെ ഇവിടെ എവിടെയോ ഒരു വിൻഡ് മില്ലിൻ്റെ സംഭവമുണ്ട് ചെറുതായിട്ട്. അത് തപ്പിയാണ് നടന്നത് മൊത്തം. പക്ഷെ അത് എല്ലാ വഴിയും ഞാൻ പോയിട്ട് എനിക്ക് അത് മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഒടുക്കത്ത മഴയാണ്. ലൈക്ക് പെയ്യുമ്പോൾ അങ്ങോട്ട് പെയ്യുക, പിന്നെ അങ്ങോട്ട് ഷൂ എന്ന് പറഞ്ഞ് നിൽക്കുക, പിന്നെ അങ്ങോട്ട് പെയ്യുക, പിന്നെ നിൽക്കുക. ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇനി ഒന്നും എൻ്റെ നനയാൻ ബാക്കിയില്ല. അമ്മാതിരി മഴയാണ്. എനിക്കതൊന്നും തീരെ പറ്റൂല. ഇങ്ങനെ നനഞ്ഞും കുളിച്ചും നടക്കണമെന്നും തീരെ ലൈക്ക് ഒരു ഈർച്ച പോലെയാണ്. പക്ഷേ നമ്മൾ വന്നില്ലേ, വരുമ്പോൾ നമ്മൾ മഴ എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നടന്നു. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലൈക്ക് ഇതൊരു ഫീൽഡല്ല, ഗാർഡൻ ആയതുകൊണ്ട് ലൈക്ക് നല്ല ഭംഗി. എനിക്ക് മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായേനെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഭയങ്കര ഒരു നേച്ചർ നടക്കുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ ഒരു എന്നുവെച്ചാൽ കിളികളുടെ ശബ്ദവും കാറ്റും മരങ്ങളുടെ ഒച്ചയും, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്കതൊന്നും ഇഷ്ടമായി. പക്ഷേ ഈ മഴ ചെറുതായിട്ട് ചതിച്ചു. നാളെയും മഴയാണ്. എന്താവും എന്തോ. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇടി ഇവിടെ വന്നിട്ടെന്ന് വെച്ചാൽ ഇവൻ UK വന്നിട്ട് പോലും ഇത്രയും വലിയൊരു ഇടി ആദ്യമായിട്ട് കേൾക്കണേ. അടിപൊളിയാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ബസ് ഓൾമോസ്റ്റ് എത്താറായി. എന്നിട്ട് നമ്മുടെ അടുത്ത ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ 30 മിനിറ്റ്സ് കൂടുമ്പോൾ നമുക്ക് ബസ്സസ് അവൈലബിളാണ്. അപ്പോൾ ഏതാണോ അടുത്തത് തന്നെ വെച്ചാൽ വേഗം കയറി പോവുക. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് വീണ്ടും തിരിച്ച് എൻ്റെ സെൻറ്ററിലേക്ക് എത്താൻ. സോ മഴ ഉള്ളതുകൊണ്ട് തണുപ്പ് അത്യാവശ്യമുണ്ട്. എൻ്റെ കൈയൊക്കെ പരിച്ചു തുടങ്ങി. അപ്പം ഞാൻ വേഗം കൈയൊക്കെ എടുത്ത് പോക്കറ്റിലേക്ക് എടുത്ത് എൻ്റെ ഫോൺ നനഞ്ഞ് ഞാൻ നനഞ്ഞ്. ഓ മൈ ഗോഡ്, ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ. ഞാൻ മൊത്തം ലൈക്ക് കംപ്ലീറ്റ്ലി നനഞ്ഞിട്ടുള്ളത്. ഐ ഫീൽ വെരി ലൈക്ക് അറപ്പൊക്കെ തോന്നുക, അമ്മാതിരി നനഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഒന്ന് സെറ്റാണ്. സത്യം പറയാൻ ഭയങ്കര ടയർഡാണ്. ലൈക്ക് ഉറങ്ങി തൂങ്ങി വീഴുന്നൊരവസ്ഥയിലാണ് ഞാൻ കോക്കനോട്ടിൽ നിന്ന് ബസ്സിലിങ്ങനെ അടിയാ വന്നുകൊണ്ടിരുന്നത്. കാരണം ഇന്നലെ നൈറ്റും പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നനഞ്ഞിട്ടുള്ള അത്ര മഴയായിരുന്നു. എന്നാൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ടൈം ആക്ച്വലി 3:30. ഐ ഹവ് സ്റ്റിൽ ഗോട്ട് ലോട്ട് ഓഫ് ടൈം, ബട്ട് ഐ എം റിയലി ടയേർഡ്. ലൈക്ക് എനിക്ക് നല്ല കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ അതേപോലെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് മഴക്കാർക്ക് ഇറങ്ങാനേ തോന്നണില്ല. അതൊന്ന് എൻ്റെ ഈ ജാക്കറ്റ് ഇനിയൊന്നും നനഞ്ഞ് ലൈക്ക് ഉണങ്ങാതെ എനിക്കത് വീണ്ടും ഇടാനും വയ്യ. അമ്മാതിരി അവസ്ഥയായി പോയി. എന്തായാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ആക്കിയിട്ട് ഇറങ്ങാൻ പറ്റിയാൽ ഞാൻ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പം ലൈക്ക് എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഐ ഹാവ് നത്തിങ് എൽസ് ടു ഡു. ലൈക്ക് കോക്കനോഫ് തന്നെയായിരുന്നു മെയിൻ. ടു ബി ഓണസ്റ്റ് വെതർ കുറച്ചും കൂടെ നന്നായിരുന്നെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് നടന്ന് ഒന്നും കൂടെ എനിക്കവിടെ ചില്ല് ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങണം.
എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കണം. ഇതുവരെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ സ്നാക്സൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി. അതുകൊണ്ടെന്ന് വെച്ചാൽ വിശപ്പൊന്നും അറിഞ്ഞില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും കാര്യമായിട്ട് തിന്നണ്ടേ. അപ്പം അതിനായിട്ട് ഇറങ്ങണം എന്നുണ്ട്. എന്തായാലും കാണാം. വിശപ്പണ് സഹിക്കബിളായി തുടങ്ങി ഗൈസ്. അപ്പോൾ കുറേ നടന്നു. ഈ നടക്കുന്നൊരു സ്ട്രീറ്റിൽ ഫുള്ള് അത്യാവശ്യം ഇങ്ങനെ ഫുഡുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഭയങ്കര തിരക്ക്. അപ്പം ഞാൻ തിരക്കില്ലാത്തൊരു കടയിൽ സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഒരു ഫലാഫൽ സാൻഡ്വിച്ച് കണ്ടു, അല്ല റാപ്പ് കണ്ടു. സോ അത് ഓർഡർ ആക്കിയിട്ടുള്ളത്. സോ യാ, അങ്ങനെ ഫുഡ് അടിച്ച് വീണ്ടും ഞാൻ നടന്ന് ഡാം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ട്രീറ്റിലെത്തി. അവിടെ മാരൻ പ്രൊസീഡ്സ് കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഞാൻ ഇവിടെ അതുണ്ടാവുന്ന എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല, എനിക്കറിയാനും പാടില്ലായിരുന്നു. അതുകൂടാതെ ഈ കാണുന്നതാണ് നമ്മുടെ റോയൽ പാലസ് ഓഫ് ആംസ്റ്റർഡാം. അത് കറൻ്റ്ലി ഒരു ഒഫീഷ്യൽ ഫങ്ഷൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. അവിടുന്ന് സൈഡിൽ കണ്ട ആ സ്ട്രീറ്റിലേക്ക് വെച്ച് നടന്നു. ആ സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ചെറുത് തൊട്ട് വലിയ ബ്രാൻഡുകൾ വരെയും ലോക്കൽ ഷോപ്സ് അടക്കം എല്ലാതും ഉണ്ടായിരുന്നു. ഈവൻ ഫുഡ് ഷോപ്സ് അടക്കം. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് അത് ഈ ഒരു കട എൻ്റെ കണ്ണിൽ ഉടക്കിയത്. എങ്ങനെ ഉടക്കാനിട്ടേക്കും, നിങ്ങൾ തന്നെ നോക്കിക്കേ. ഇതിനകത്ത് ആംസ്റ്റർഡാമിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടു. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങി. ഇതാണ് സ്ട്രൂപ്പ് വാഫിൾസ്. ഇത് ഞാനിങ്ങനെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് മസ്റ്റ് ട്രൈയിൽ കണ്ടൊരു സാധനം കേട്ടോ. അത് €5 ഞാൻ കൊടുത്തു. എന്താ പരിപാടി സംഭവം നോക്കട്ടെ. ഭയങ്കര ഫുഡ് അല്ലാത്തതുകൊണ്ട് ഫുഡിയുടെ അങ്ങനെ റേറ്റിംഗ് ഒന്നും പ്രോപ്പറായിട്ട് പറയാനൊന്നും അറിയില്ല. സോ ലൈക്ക് രസമുണ്ട്, ഇഷ്ടമായി. ഡേ 1 ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കടകളൊക്കെ കയറി ഇറങ്ങിയല്ലാണ്ട് അതൊക്കെ തന്നെ. പിന്നെ കാണുന്ന അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ വേണ്ടിയ സാധനം വാങ്ങാൻ കിട്ടുന്നുമില്ല. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് എങ്ങനെയോ ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ എൻ്റെ മനസ്സ് പാകാക്കി. മനസ്സ് പാകാക്കാനൊന്നുമില്ല, എൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് ഏകദേശം. അങ്ങനെ പിന്നെ ഭയങ്കര ടയേർഡാണ് ആക്ച്വലി. ഞാൻ എപ്പോഴും ബെഡിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് എന്താ, ആ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഈ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വെതർ ബെറ്റർ ആസ് മഴ എന്നില്ലാണ്ടായി. അത് തന്നെ കുറച്ച് ഭേദമായി. അപ്പോൾ നാളെ മഴ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നാളെ കുറച്ച് പരിപാടീസിൽ മഴ ഇല്ലാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഇപ്പോൾ നേരെ നോക്കാം. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 2 അഗൈൻ ഇൻ ആംസ്റ്റർഡാം. അപ്പം ഇവിടെ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് നിൽക്കുന്നു. റെഡിയായി,
സെറ്റായി. ഡേ 2 എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുക്കം ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ കൊണ്ട മഴയുടെ ഭാഗമായിട്ട് തൊണ്ടയ്ക്കൊക്കെ നല്ല കിച്ചൊക്കെ ഉണ്ട്. സോ നല്ല സുഖമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഹെഡേക്ക് ഉണ്ടായിരുന്നു. സോ ഒരു ഗുളികയുടെ ബലത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്തെങ്കിലും ഞാൻ കഴിക്കണം. സോ അതിനാണ് ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ ഡേ 2 is obviously exploring the street again. കാലാവസ്ഥ കുറച്ചും കൂടെ അനുകൂലമാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് ഇവിടുത്തെ കനാൽ ക്രൂസൊക്കെ. സോ ഒബ്വിയസ്ലി അതൊക്കെ പറ്റിയാൽ നന്നായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എനിവേസ് കം വിത്ത് മീ ടു ഡേറ്റ്. അങ്ങനെ ഹോസ്റ്റലിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഷോപ്പിൽ പോയി ഒരു കാപ്പിയും അവിടുത്തെ ഒരു ഹോട്ട് ഫുഡും വാങ്ങി ഞാൻ ഫെറി ക്രോസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഓഫ് ദി ഡേയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സെൻറ്ററിൽ നിന്ന് എത്തി കുറച്ചങ്ങ് നടന്ന് ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബ്ലൂമൻ മാർക്കറ്റിലേക്ക് എത്തി. ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലവർ സ്ട്രീറ്റ് മാർക്കറ്റാണ്. ഇതൊരു കനാലിൻ്റെ സൈഡിലായിട്ട് ഫുൾ സ്ട്രെച്ചിൽ ഒരു പെഡസ്ട്രിയൽ വോക്കോട് കൂടിയിട്ടാണ് ഉള്ളത്. ആൻഡ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിനോട് ക്രേസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒത്തിരി സീഡ്സും ചെടികളും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാവുന്നതുമാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്സും സുവനീർ ഷോപ്സും ഒക്കെ കാണുകയും ചെയ്യാം. കനാലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ള ഫ്ലവർ മാർക്കറ്റ്. ഈ ഫ്ലവർ മാർക്കറ്റ് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന്. നടന്നതാ ഈ ഒരു സ്ട്രീറ്റിൻ്റെ കണ്ണിലുടക്കി വീണ്ടും. ഭയങ്കര നാരോഡ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യൂ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഇവിടെ ബൈക്ക് റൈഡ്സ് ഭയങ്കര സംഭവം തന്നെയാണ്. ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് സാധനം കേട്ടോ ഹോളൻ ഫ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നിത്തിരി ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ കയറി വാങ്ങാമെന്ന് വെച്ചു. ഞാൻ വലിയ ഫാനല്ല ഫ്രൈസിൻ്റെ, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാനൊരു പൂതിയായിട്ട് സാധനം വാങ്ങി ഞാൻ കഴിച്ചിട്ടോ. തിരക്കേടില്ലായിരുന്നു, പക്ഷെ തീർക്കാൻ പറ്റിയില്ല. നടന്ന് ചെറുതായിട്ട് ക്ഷീണം തട്ടി തുടങ്ങിയോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ താനും. കൂടാണ്ട് ഫ്രൈസും കഴിച്ച് വയറങ്ങോട്ട് നിറയുകയും ചെയ്തു. എന്നാൽ പിന്നെ ഒരു ക്രൂസ് റൈഡ് ആകാം, അതാകുമ്പോൾ പിന്നെ ഇരുന്ന് ആസ്വദിച്ച് സമാധാനമായിട്ട് ഫുള്ള് കാണുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കനാൽ ക്രൂസിന് ടിക്കറ്റ് എടുത്ത് ഞാൻ കയറി. ഭാഗ്യത്തിന് കാലാവസ്ഥ അങ്ങനെ വലിയ ശോകം ഉണ്ടായില്ല. മഴ പെയ്തുമില്ല, ചെറുതായിട്ട് വെയിൽ തെളിയുകയും ചെയ്തിരുന്നു. ആൻഡ് ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല, കാരണം ക്രൂസ് ഫുള്ള് കവേർഡാണ്. എന്നാലും അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. ക്രൂസിൽ കയറിയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളൊക്കെ ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും. ഒത്തിരി ഒന്നും തലയിൽ കയറില്ല, കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ചരിത്രത്തിൽ ഭയങ്കര പുറകോട്ട്. എന്നിരുന്നാലും ചിലതൊക്കെ കേട്ട് എനിക്കൊരു കൗതുകം തോന്നിയിരുന്നു കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തും പറയാം. ആംസ്റ്റർഡാമിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ചിലതൊക്കെ ചെരിഞ്ഞ് വളഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഒന്നിനൊന്നിനെ സപ്പോർട്ടഡ് ആയിട്ടുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡാൻസിങ് ഹൗസസ് എന്ന്. ഇതിങ്ങനെ ഇരിക്കാനൊരു കാരണമുണ്ട്. കാരണം ആംസ്റ്റർഡാമിലെ മണ്ണെന്ന് പറയുന്നത് ക്ലേ സോയിലാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻസും നടക്കുന്നത്. ആ ദൂരെ കാണുന്ന ബ്രിഡ്ജാണ് സ്കിന്നി ബ്രിഡ്ജ്. ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്താണെന്നറിയോ? രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മൾ ആ ബ്രിഡ്ജിന് അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫോർ എവർ ഇൻ ലവ് ആയിരിക്കും അത്രേ. നമുക്കും അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ 1 hour കനാൽ ക്രൂസ് കഴിഞ്ഞാൽ മേലെതാ പുറത്തിറങ്ങായിരുന്നു. നല്ലൊരു സുഖം കിട്ടിയിട്ടോ. ഇരുന്നു സമാധാനത്തോടെ കാത്തേക്ക് കിട്ടി ഇങ്ങനെ പോവാൻ. ഇന്ന്
പ്ലാൻ ചെയ്തിരുന്ന മറ്റൊരു സ്ഥലമായിരുന്നു വാങ്കോക്ക് മ്യൂസിയം. അവിടെ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ്സും കിട്ടിയില്ല. അത് മിസ്സായാലും എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനി എപ്പോഴാണാവും. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിൽ കയറി അടുത്ത ഹൈലൈറ്റ് സാധനം ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്നറിയോ? ടച്ച് മിനി പാൻ കേക്ക്സ്. കാണാൻ നല്ല ക്യൂട്ടാട്ടോ. ടേസ്റ്റ് നോർമൽ പാൻ കേക്സിനെ പോലെ തന്നെയാണെങ്കിലും കാണാൻ അത് മുഖ്യം. സാധനം നല്ല ക്യൂട്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരെ റൂമിൽ കയറിയതുകൊണ്ട് നൈറ്റ് എക്സ്പ്ലോറിംഗ് ഒന്നും നടന്നില്ല. അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ വില സന്ധ്യാവാൻ തുടങ്ങി. സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ ഭയങ്കര ലേറ്റായിട്ടാണ്. ഒരു 8-9 മണിയൊക്കെ കഴിയും എന്തായാലും. അങ്ങനെ ഞാൻ നൈറ്റ് എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇത് സിറ്റിക്കകത്ത് തന്നെയുള്ള മറ്റൊരു സ്പോട്ടാട്ടോ, റെഡ് ലൈറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ആംസ്റ്റർഡാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ളവ കുറച്ച് ലീഗലായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി അവർക്കുള്ളതാണ്. ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർ മാത്രമല്ല, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ നോർമൽ ഷോപ്സും ഫുഡ് ഷോപ്സും എല്ലാതും ഇതിനകത്തുണ്ടെയും തന്നെ. പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കേഴ്സിൻ്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മൾ ക്യാമറ യൂസ് ചെയ്ത് നടക്കുന്നത് വലിയ സുഖകരമായിട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് മാത്രം ക്യാപ്ചർ ചെയ്ത് മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ക്യാമറ ഓഫാക്കി ഞാൻ ആ സ്ട്രീറ്റിലൂടെ കുറച്ചൊന്ന് നടന്നിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ഭയങ്കര സേഫായിട്ട് തോന്നുകയും ചെയ്തു. മാത്രമല്ല ആ കാഴ്ചകളൊക്കെ എനിക്ക് കുറച്ച് അത്ഭുതകരമായിട്ട് തോന്നുകയും ചെയ്തു. കാരണം ഇതൊന്നും നമ്മൾ ഡെയിലി കാണുന്നതോ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. ആൻഡ് ഇവിടെ അത് ലീഗലായിട്ട് നടത്തുന്നു എന്നറിയപ്പെടുമ്പം പറയാതിരിക്കാൻ വയ്യ, ചെറിയതല്ല വലിയ രീതിയിൽ അത്ഭുതം തന്നെയായിരുന്നു അത്. ആൻഡ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇവിടുത്തെ ലോക്കൽ ഷോപ്സിലെല്ലാം വിൽക്കപ്പെടുന്ന കഞ്ചാവ്. അത് ലോലിപോപ്സ് ആയിട്ടും കേക്ക്സ് ആയിട്ടും മിഠായി ആയിട്ടും അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമാണ് സാധനം വിൽക്കപ്പെടുന്നത്. അതിവിടെ ലീഗലുമാണ്. So finally, നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ആംസ്റ്റർഡാം is ending up here and I really had a very good 2 days here at Amsterdam. ഞാനിതൊക്കെ പറയാനാണെങ്കിലും ശരിക്കും അതായത് പ്രതീക്ഷിക്കാതെ നടന്നൊരു യാത്രയായത്. ശരിക്കും it's unbelievable for me. ഇങ്ങനെ നടക്കുമ്പോൾ കാലിക്കോ ഞാൻ still I'm traveling alone, I'm doing what I love doing എന്നൊക്കെ റിയലൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയ്ക്ക് ഒരു സ്പാർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഒരു രസമുണ്ട്. എനിവേ സോ ഫാർ ഹൗസ് ആംസ്റ്റർഡാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ആക്ച്വലി. അതിൻ്റെ എന്താ പറയുക, നമ്മൾ കണ്ട കനാൽസും ഈ ബിൽഡിങ്സും ഇവിടുത്തെ ആൾക്കാരുടെ സൈക്കിളിലുള്ള യാത്രയും ഇതൊക്കെ തന്നെ ഇസ് വാട്ട്സ് മേക്കിംഗ് ആംസ്റ്റർഡാം ഇറ്റ്സ് ബ്യൂട്ടി. എനിവേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഫുഡ് അല്ലാത്ത കാരണം ഫുഡിലൊന്നും അധികം എക്സ്പ്ലോറിംഗ് ഒന്നുമില്ല. പക്ഷെ എന്നാലും 1-2 സാധനങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിരുന്നു. പിന്നെ എൻ്റെ വാങ്കോക്ക് മ്യൂസിയം മിസ്സായാലും എനിക്ക് നല്ല വിഷമമുണ്ട്. അതിലൊരു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പ്രീ ബുക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒബ്വിയസ്ലി അത് ബുക്ക് ചെയ്തതിനെ. അത് എൻ്റെ അങ്ങനെ ചെറിയ ചെറിയ പാളിച്ചകളാണ് നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രയും എല്ലാം ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഐ എം ഹാപ്പി ടു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി നേരെ റൂമിലേക്ക് പോകുന്നു. ഞാനിനി നേരെ റൂമിലേക്ക് പോകുന്നു, റെസ്റ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ കാലൊക്കെ നല്ല ഒടിഞ്ഞിട്ടുള്ളത്. ഈ സ്ട്രീറ്റ്സ് മൊത്തം നടന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ എല്ലാം അറിയാമെന്നുള്ള രീതിയിലായി ഞാനിപ്പോൾ. ശരിക്കും രസമായിരുന്നു. ആൻഡ് നൈറ്റ് ഇന്നലെ എക്സ്പ്ലോർ ചെയ്തിരുന്നില്ല, അത് ഇന്നും കണ്ടു. സോ രാത്രിയിലെ ചില കാഴ്ചകളും കണ്ടു. അപ്പോൾ മനസ്സും വയറും സത്യം പറഞ്ഞാൽ നിറഞ്ഞിട്ടുള്ളത്. ആൻഡ് യെസ്, ഐ എം ഹാപ്പി. ആൻഡ് ഇതേപോലെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടുള്ള രാജ്യങ്ങളൊക്കെ പോകാനും കാണാനൊക്കെ എനിക്ക് പറ്റട്ടെ എന്നും കൂടെ ഞാൻ ചെറുതായിട്ട് ലേറ്റായിട്ട് ആഗ്രഹിക്കുന്നു. സോ നാളെ നമ്മൾ 10 മണിക്ക് റൂമിൽ നിന്ന് ചെക്കൗട്ട് ആയതിനു ശേഷം നമ്മുടെ അടുത്ത രാജ്യത്തേക്കുള്ള യാത്രയിലേക്ക് പോവാണ്. അതെവിടേക്കാണ് എന്താണ് നമുക്ക് ഓബ്വിയസ്ലി പറയാം. ബട്ട് ആസ് ഓഫ് നൗ ഐ ആം അബൌട്ട് ടു സൈൻ ഓഫ്. So this is me, Reshma, signing off from Amsterdam. Hopefully എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റിയാൽ എക്സ്ട്രീംലി ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇല്ലാച്ചാൽ ചെറുതായിട്ട് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ see you. Bye Amsterdam.